എൻ്റെ പഠനകാലത്ത് ഞാൻ പല സ്ഥലത്തായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്, പാർട്ട് ടൈം എംപ്ലോയി ആയിട്ട്. എൻ്റെ കോളേജ് ടൈം പകലായതിനാൽ നൈറ്റിലായിരുന്നു പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നത്. ഞാനന്ന് ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലെ ഡ്രൈവ് ത്രൂ അറ്റൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. 2 എംപ്ലോയീസിനായിരുന്നു ഡ്രൈവ് ത്രൂ അറ്റൻഡൻ്റ് ആയിട്ട് ഒരു നൈറ്റ് പ്ലേസ് ചെയ്തിരുന്നത്. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വിയേർഡായ സ്ട്രേഞ്ചായ പല കാര്യങ്ങളും നടന്നിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ കൂടെ കോവർക്കർ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ വീക്ക് റെസ്റ്റോറൻറ്റിൽ നൈറ്റ് ഷിഫ്റ്റിന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. എൻ്റെ കോവർക്കർ വെക്കേഷനിലായിരുന്നു. ആദ്യത്തെ 2 ദിവസം കുഴപ്പമില്ലാതെ പോയി. എന്നാൽ 3-ാമത്തെ ദിവസം അന്നൊരു സ്ലോ നൈറ്റ് ആയിരുന്ന പോലെ തോന്നി. ഓരോ 45 മിനിറ്റ്സിലും ഒരു കസ്റ്റമർ എന്ന പോലെയായിരുന്നു വന്നിരുന്നത്. ഏകദേശം 2 മണിയായി കാണും. ഞാൻ ഹെഡ്ഫോൺ എടുത്ത് സോങ് കേട്ടുകൊണ്ട് ടേബിൾ ക്ലീൻ ചെയ്തു തുടങ്ങി. ആക്ച്വലി ക്ലീനിങ് ആയിരുന്നു എൻ്റെ ടൈം പാസ് ചെയ്യാനുള്ള ഒരു വഴി. റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ ഡൈനിങ് ഏരിയ, അതായത് എൻട്രൻസ് ഏരിയയിൽ കുറേ നേരം ഞാൻ ക്ലീൻ ചെയ്ത് സമയം കളഞ്ഞു. അപ്പോഴാണ് ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് എൻ്റെ കണ്ണിൽ പതിച്ചത്. ആ കാർ പാർക്ക് ചെയ്യുന്നതായിരിക്കണം. ഞാൻ എൻ്റെ ക്ലീനിങ് ജോലി തുടർന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെഡ്ഫോണിൽ നിന്ന് ബീപ്പ് ബീപ്പ് ശബ്ദമടിച്ചു. അതായത് ഡ്രൈവ് ത്രൂ ലെയിനിൽ കസ്റ്റമർ വന്നതായിരുന്നു. ഞാൻ നേരെ ഡ്രൈവ് ത്രൂ ഏരിയയിലേക്ക് പോയി. ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അയാളൊരു ഡ്രിങ്കും സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു. ഞാനത് എടുത്ത് കൊടുക്കുകയും ചെയ്തു. അയാൾ അതിന് പേയ്മെൻറ്റും ചെയ്തു. ഡ്രിങ്ക്സും സാൻഡ്വിച്ചും പാക്ക് ചെയ്യുന്നതിനിടയിൽ ആ കസ്റ്റമർ റെസ്റ്റോറൻറ്റിൻ്റെ വിൻഡോ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനത് കാര്യമാക്കിയെടുത്തില്ല. ഏതായാലും ആ കസ്റ്റമറിനെ ഡീൽ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ക്ലീനിങ് ജോലികൾ തുടർന്നു. ആക്ച്വലി റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് രാത്രി 9 മണിയോടെ അവസാനിക്കും. അതിനുശേഷം ഡ്രൈവ് ത്രൂ മാത്രമേ ഓപ്പൺ ഉണ്ടാവുള്ളൂ. ഞാൻ ടേബിൾസും ഷെൽഫ്സും ഒക്കെ ക്ലീൻ ചെയ്ത് തിരിച്ച് വിൻഡോ സൈഡിലെത്തിയപ്പോൾ ഞെട്ടിപ്പോയി. നേരത്തെ ഫുഡ് വാങ്ങിയ അതേ കസ്റ്റമർ വിൻഡോയിൽ നോക്കി നിൽക്കുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെ അയാളെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. അയാൾ എന്നെ തന്നെയാണ് നോക്കുന്നത്. വേറെന്തെങ്കിലും വേണോ സർ? ഡിഡ് യു നീഡ് സംതിങ് എൽസ് എന്ന എൻ്റെ ചോദ്യത്തിന് അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നെ തന്നെ നോക്കിക്കൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. കുറേ നേരം അങ്ങനെ എന്നെ തന്നെ നോക്കി. അവസാനം അയാൾ നോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ക്ലീനിങ് ജോലി കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അയാൾ എന്നെ വിൻഡോയിലൂടെ നോക്കുന്നത് വിയേർഡായിട്ട് എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ ഫ്രണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെഡ്ഫോണിൽ ബീപ്പ് സൗണ്ട് വന്നു. അതായത് ഡ്രൈവ് ത്രൂ ഏരിയയിൽ കസ്റ്റമർ വന്നിരിക്കുന്നു. ഉടനെ ആ ഏരിയയിലെ കമ്പ്യൂട്ടറിലെ മൈക്കിലൂടെ അവർക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എന്നാൽ ഒരു റിപ്ലൈയും കിട്ടിയില്ല. വീണ്ടും ചോദിച്ചു. നോ റെസ്പോൺസ്. എൻ്റെ പിറകിലെ സ്ക്രീനിൽ CCTV ഫൂട്ടേജസ് കാണാം. ഞാൻ അങ്ങോട്ട് നോക്കി. ഒരു കാർ ഈ ഡ്രൈവ് ത്രൂ ഏരിയയിലുണ്ട്. ഞാൻ ആ കാർ സൂക്ഷിച്ചു നോക്കി. അതിനകത്ത് ഒരാൾ, നേരത്തെ എന്നെ തുറച്ചു നോക്കിയ അതേ കസ്റ്റമർ. അയാളെ കണ്ടതും ഞാൻ അയാൾക്ക് എന്നെ കാണാൻ പറ്റാത്ത ഏരിയയിലേക്ക് മാറി. എനിക്ക് ക്യാമറ ഫൂട്ടേജസ് കാണാം. എന്നെ കാണാതായത് കൊണ്ടാവും അയാൾ സ്പീഡിൽ ആ കാറ് ഡ്രൈവ് ചെയ്തു പോയി. പക്ഷേ ഫ്രണ്ട് ഏരിയയിൽ വീണ്ടും ആ കാർ പാർക്ക് ചെയ്തു. എന്നിട്ട് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് 911 എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു. ഈ സമയത്തൊക്കെ അയാൾ ഡോർ ഹാൻഡിൽ പിടിച്ച് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾ സ്പീഡിൽ കാർ ഓടിച്ചു പോയി. അല്പം കഴിഞ്ഞ് പോലീസ് എത്തി. അവർ എൻ്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് പോലീസ് വന്ന് മാനേജറിൻ്റെ അടുത്ത് നിന്ന് CCTV ഫൂട്ടേജസ് കളക്ട് ചെയ്തു. ആ രാത്രിയിൽ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഒരു കസ്റ്റമർ പോലും വന്നില്ലായിരുന്നു. മാത്രമല്ല ആ സ്ട്രേഞ്ചർ റോബറി ചെയ്യാനായിരിക്കും വന്നത്. പക്ഷേ അതിനിടയിൽ അയാളെന്നെ അപായപ്പെടുത്തിയിരുന്നെങ്കിലും